ആര്യ, ഈ മൃതദേഹം, തങ്കമണിയുടെ മൃതദേഹം രാവിലെ സഹോദരിയാണ് വീടിൻ്റെ സമീപത്തെ പുരയിടത്തിൽ കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ അതൊരു കൊലപാതകത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തങ്കമണിയുടെ കാതിലുണ്ടായിരുന്ന സ്വർണ്ണക്കമ്മലുകൾ കാണാനുണ്ടായിരുന്നില്ല. മാത്രമല്ല, വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു, മുഖത്ത് പരിക്കേറ്റ പാടുണ്ടായിരുന്നു, അവരുടുത്തിരുന്ന മുണ്ട് പുതപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി പ്രാഥമികമായി ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണം നടത്തിയത്. അതുകൊണ്ടാണ് വളരെ വേഗം ആ പരിസരത്ത് വരാൻ സാധ്യതയുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിക്കുകയും ചെയ്തത്. ഈ തങ്കമണി പതിവായിട്ട് അവരുടെ വീട്ടിലൊരു പൂജാമുറിയുണ്ട്. അവർ രാവിലെ അവരുടെ ഒരു രീതി അനുസരിച്ച് രാവിലെ പുലർച്ചെ തന്നെ വീട്ടിലെ പൂജാമുറിയിൽ പൂജ നടത്തുന്ന ഒരു സ്വഭാവം തങ്കമണിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് പറമ്പിൽ പുരയിടത്തിലുള്ള പൂക്കൾ പറിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും. അത് അവരുടെ സ്ഥിരം രീതിയാണ്. ഒരുപക്ഷെ ഈ സ്ഥിരമായിട്ടുള്ള ഈ പതിവ് മനസ്സിലാക്കിയാണോ ഈ തൗഫീഖ് ഇത്തരമൊരു ആക്രമണത്തിന് പദ്ധതി ഇട്ടത് എന്നിനി ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ കഴിയൂ. ഏതായാലും ആ പൂ പറിക്കാൻ പോയ സമയത്താണ് അറ്റാക്ക് നടന്നിരിക്കുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. അപ്പോൾ ഒരുപക്ഷെ അവിചാരിതമായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇയാൾ വളരെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അവിചാരിതമായി ഇവരെ കണ്ടിട്ട് അറ്റാക്ക് ചെയ്തതാണോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. ഏതായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തുവിടുമ്പോൾ പറഞ്ഞിരുന്നു അല്പസമയത്തിനകം ഇയാൾ പിടിയിലാകും എന്നുള്ളത്. ആ വിവരമാണ് പോലീസിൽ നിന്ന് അന്നേരം ലഭിച്ചിരുന്നത്. ഇപ്പോൾ അയാൾ പിടിയിലായിട്ടുണ്ട്. ഇനി ഇയാളാണ് പ്രതിയെന്ന് ഉറപ്പിക്കുന്ന തെളിവുകളിലേക്ക് പോലീസ് പോവുകയാണ്. അയാളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്. പോക്സോ കേസ് അടക്കം നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്. ഇയാൾ തന്നെ ആയിരിക്കണം ഈ കേസിന് ഈ മരണത്തിന് പിന്നിലെന്ന് ഏതാണ്ട് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ, അക്ഷയ. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ ആർ അനന്തകൃഷ്ണൻ തന്നെയാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മാതൃഭൂമി ന്യൂസിലൂടെയാണ് CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് എത്തിയത്. എന്നാലും ഇപ്പോൾ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നെടുമങ്ങാട് സ്വദേശിയായ നമുക്ക് അറിയേണ്ടത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണോ അതോ അതിനിടയിൽ മറ്റെന്തെങ്കിലും ആക്രമിക്കാൻ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണം അതിനിടയിൽ സംഭവിച്ചു പോയ കൊലപാതകമാണോ എന്താണെന്നൊക്കെ ഇനി വ്യക്തത ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പോത്തൻകോട് സ്വദേശി തൗഫീഖ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത.